ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ വിജയം ആയുധവിപണിയിൽ പുത്തൻ പരിണാമങ്ങൾ. ഹൈപ്പർസോണിക് മിസൈലുകളുടെ വികസനത്തിൽ ഇന്ത്യയുടെ വിജയം ലോകശ്രദ്ധ നേടുന്നു. ഇത് നമ്മുടെ ആയുധവിപണിയിലും ആഗോള പ്രതിരോധ മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തും. ആയുധവിപണിയിലെ പ്രചോദനം. വില കുറഞ്ഞ, ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങൾ തിരയുന്ന രാജ്യങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കും. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വികസനാത്മക രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾ പ്രധാനമായൊരു ഓപ്ഷനാകും. സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും. പ്രതിരോധ മേഖലയിൽ നിന്ന് ഇന്ത്യ വലിയ സാമ്പത്തിക വരുമാനമാണ് ഇതുവഴി നേടാൻ പോകുന്നത്. മിസൈൽ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ ശക്തിയാർജിക്കും. രാഷ്ട്രീയതന്ത്രപരമായ ശക്തി. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു ശക്തിയായി ഉയർത്തും. ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ കഴിവിനെ ഇനി പരിഗണിക്കേണ്ടി വരും. ഇനി ഇന്ത്യ നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ പരിശോധിക്കാം. ഈ മിസൈലുകൾ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 5നേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നു. ശബ്ദത്തിന്റെ വേഗതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വസ്തുവിന്റെയോ ദ്രാവകത്തിന്റെയോ വേഗത അളക്കുന്ന സ്കെയിലാണ് മാക്. 1500 കിലോമീറ്ററിലധികം വിവിധ അളവിൽ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഹൈപ്പർസോണിക് മിസൈലുകൾ ദ്രുതഗതിയിലുള്ള ആക്രമണങ്ങൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ദീർഘദൂര ആണവ അല്ലെങ്കിൽ പരമ്പരാഗത ആക്രമണങ്ങൾക്ക് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ അന്തരീക്ഷത്തിൽ താഴ്ന്നും ക്രമരഹിതമായും പറക്കുന്നതുകൊണ്ട് കണ്ടെത്താനും തടസ്സപ്പെടുത്താനും പ്രയാസമാണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രവചിക്കാവുന്ന പാത ആയതിനാൽ കണ്ടെത്താനും നശിപ്പിക്കാനും എളുപ്പമാണ്. ഹൈപ്പർസോണിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങളോട് കൂടുതൽ രാജ്യങ്ങൾക്ക് താൽപര്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് താങ്ങാനാവുന്നതും നൂതനവുമായ സാങ്കേതികവിദ്യ തേടുന്ന രാജ്യങ്ങൾക്കിടയിൽ. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സ്വീകരിക്കുന്ന ഫിലിപ്പീൻസ്, വിയറ്റ്നാം പോലെ നിലവിൽ പ്രതിരോധ സഹകരണമുള്ള രാജ്യങ്ങൾ അവരുടെ സംഭരണ ഇടപാടുകൾ വിപുലീകരിച്ചേക്കാം. നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ്, അർമേനിയ എന്നിവയാണ് ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതിയുടെ മുൻനിരയിലുള്ള 3 രാജ്യങ്ങൾ. ഇന്ത്യയുമായി ഈ രംഗത്ത് സഹകരിക്കാൻ പുതിയ രാജ്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുണ്ടായ പ്രാമുഖ്യവും അംഗീകാരവും 2025ഓടെ പ്രതിരോധ കയറ്റുമതിയിൽ $5 ബില്യൺ നേടുകയെന്ന ഇന്ത്യയുടെ ലക്ഷ്യവുമായി അടുപ്പിക്കുന്നു. യുഎസും റഷ്യയും പോലുള്ള പ്രധാന ആയുധ കയറ്റുമതിക്കാരുമായി മത്സരിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതയെ ഈ നേട്ടം അടിവരയിടുന്നു. ശക്തമായ ഉഭയകക്ഷി പ്രതിരോധ ബന്ധത്തിനും മെച്ചപ്പെട്ട സാമ്പത്തിക വരുമാനത്തിനും വഴി തുറക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്നും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം.